എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് റഫീഖ്. പാലക്കാട് KKR റെസ്റ്റോറേഷൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനം ആണ്. ഞങ്ങൾ പരമ്പരാഗതമായിട്ട് വെളിച്ചെണ്ണ മേഖലയിലുള്ള ആൾക്കാരാണ്. ഇപ്പോൾ പാലക്കാട് സ്ഥാപനം ഏതാണ്ട് ഒരു 10 ടൺ കപ്പാസിറ്റി കൂടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. 30 വർഷമായിട്ട് ഞങ്ങൾ ഈ മേഖലയിലുണ്ട്. കുറച്ച് കാലത്തിന് ശേഷം ഈ മേഖലയിൽ നിന്ന് വിട്ടു നിന്നെങ്കിലും വീണ്ടും അതിനോടുള്ളൊരു പാഷൻ്റെ പുറത്ത് 2014 ഞങ്ങൾ വീണ്ടും അതിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയാണ് നമ്മളെ പ്രധാനപ്പെട്ട നമ്മളെ ഉൽപ്പാദനമെങ്കിൽ കൂടിയിട്ട് അതിൽ നിന്ന് ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി കാരണം ചെറുതായിട്ടൊന്ന് നമുക്ക് മാറി ചിന്തിക്കേണ്ടി വന്നു. 2015-16 നമ്മൾ നല്ല രീതിയിൽ എക്സ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നതാണ്. നമുക്ക് ബോർഡ് അവാർഡും ഒക്കെ തന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഈ നിലവിലുള്ള നമ്മളിപ്പോൾ ഈ മായം കലർന്നൊരു പ്രശ്നത്തിൻ്റെ പുറത്ത് നമുക്ക് സെയിൽ വളരെ കുറഞ്ഞു. എക്സ്പോർട്ടിലും അതിനേക്കാൾ കൂടുതൽ പ്രതിസന്ധിയായി. നമ്മൾ 2 കണ്ടെയ്നറോളം എക്സ്പോർട്ട് ചെയ്തിരുന്നിടത്ത് ഇപ്പോൾ ഒരു കണ്ടെയ്നർ പോലും ചെയ്യാത്ത അവസ്ഥയിലേക്ക് താഴേണ്ടി വന്നു. പ്രധാനം റേറ്റ് തന്നെയാണ്. പിന്നെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ആ മേഖലയിൽ നിന്ന് വിട്ട് ഇപ്പോൾ നമ്മൾ 10 ടൺ കപ്പാസിറ്റി ഉള്ളിടത്ത് വളരെ ചുരുങ്ങിയ രീതിയിൽ വെച്ച് കച്ചവടം കുറച്ച് ഓയിലിൻ്റെ പ്രൊഡക്ഷൻ കുറച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൂടാതെ ഇപ്പോൾ നമ്മൾ ഒരു വൈവിധ്യവൽക്കരണം എന്നുള്ള രീതിയിൽ നമ്മൾ കോക്കനട്ട് വാട്ടർ പ്രോസസ്സ് ചെയ്തിട്ട് ഡ്രിങ്ക് ആക്കുന്നുണ്ട്. തേങ്ങാ വെള്ളം, മെച്ചൂർഡ് കോക്കനട്ട് വാട്ടർ. അതുപോലെ തന്നെ വെളിച്ചെണ്ണയുടെ മട്ടി ഉപയോഗിച്ചുകൊണ്ട് 2-3 വെറൈറ്റി സോപ്പുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. കോക്കനട്ട് മഡ് സോപ്പ് എന്നുള്ള രീതിയിൽ. അങ്ങനെ ഉള്ള വൈവിധ്യവൽക്കരിച്ച് ഒരുവിധം കുഴപ്പമില്ലാതെ കമ്പനി ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഈ മേഖലയിലുള്ള ഈ വെളിച്ചെണ്ണയുടെ ഈ വില കുറവിൻ്റെ ഈ ഒരു പ്രശ്നം നമുക്ക് നേരിടേണ്ടത് നമ്മളൊരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഞങ്ങൾ കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. ഈ ഓൾ ഇന്ത്യ എക്സിബിഷനുകളിലും പുറത്ത് സൗദി അങ്ങനെയുള്ള മറ്റുള്ള സ്റ്റേറ്റ് രാജ്യങ്ങളിലെ എക്സിബിഷനുകളൊക്കെ പങ്കെടുക്കുന്നതാണ് കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡുമായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട്. ഇപ്പോൾ നല്ല രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിന്റെ ഭാഗത്തുണ്ട്. പക്ഷേ നമുക്കതിനെ ഈ സംഘടന നമ്മൾ ഈ കൂട്ടായ രൂപത്തിലൂടെ തന്നെ നീങ്ങിക്കൊണ്ട് ബോർഡിന്റെ സപ്പോർട്ടോടു കൂടി നമുക്ക് മേടിച്ചെടുത്ത് ഇതിനെ നമ്മൾ നല്ല രീതിയിൽ കുറേ പ്രപ്പോസൽസ് ഞങ്ങൾ വെച്ചിട്ടുണ്ട് ബോർഡുമായി തന്നെ. ഇതിന്റെ നമ്മൾ ഈ ഈ ഇഷ്യൂ ഡൽഹി വരെ ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മായം കലർന്ന ഇഷ്യൂവും ഇപ്പോൾ പുതിയ നോംസും കാര്യങ്ങളൊക്കെ കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുമായി ബന്ധപ്പെടുത്തിയിട്ട് അതിൻ്റെയൊക്കെ ഒരുപാട് മീറ്റിങ്ങുകളിൽ ഡൽഹിയിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അപ്പൊ അതിന് ഇപ്പൊ നിലവിലുള്ള ഈ ഭക്ഷ്യസുരക്ഷാ നിയമം നമുക്ക് ഒരുപാട് ലൂപ്പ് ഹോൾസ് അതിനകത്തുണ്ട്. അപ്പോൾ നമ്മളെ ഈ ഓയിലിന്റെ പ്രതിസന്ധി പോലെ തന്നെ മറ്റുള്ള പ്രോഡക്റ്റുകളിലും അതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് മറ്റുള്ള പ്രോഡക്റ്റുകളിലും നിലവിലുള്ള ഇത്തരം പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. ഒന്ന് ടെൻഡർ കോക്കനട്ട് വാട്ടറിലും ഇതേ സെയിം ഇഷ്യൂ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈബോർഡ് കൊടുത്തിട്ട് ടെൻഡർ വിളിച്ച് ഇറങ്ങിയ വെള്ളമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് കോക്കനട്ട് പ്രൊഡക്ഷന് അതിന്റെ ക്വാളിറ്റി ബേസ് ചെയ്തുകൊണ്ടുള്ള പുതിയ നോംസുകൾ നമ്മൾ സജഷൻസും വെച്ചുകൊണ്ട് സയന്റിസ്റ്റുകൾ അവരുടെ ഇതുവരെ ഇരുന്നുകൊണ്ട് ഇപ്പൊ ഡൽഹിയിൽ നമ്മൾ ഒരു 3 സിറ്റിംഗ് ഞങ്ങൾ ഇരുന്നിട്ടുണ്ടായിരുന്നു വെച്ച് കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡുമായിട്ട് തന്നെ സഹകരിച്ചിട്ട്. അപ്പൊ അതിലൊക്കെ എല്ലാ ഇതിനും ഇപ്പോ ക്രൈറ്റീരിയകൾ ഒരുപാട് ഇപ്പൊ നമ്മളെ കോക്കനട്ട് ഓയിലിന്റെ ക്രൈറ്റീരിയ അവർ ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ടെൻഡർ കോക്കനട്ട് വാട്ടറിന്റെ. അപ്പൊ അതുമായിട്ട് നമ്മൾ ഇത് ഇത്തരം കൂട്ടായ്മയിലൂടെ തന്നെ നമുക്ക് അതിനെ ശക്തമായിട്ട് അതിനെ നമുക്ക് നേടാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു രൂപം ഉണ്ടാക്കാൻ പറ്റും. പുതിയ FSSAI നിയമത്തിൽ തന്നെ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുത്താനുള്ള ശ്രമം ഇപ്പോൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ കുറച്ച് ഇത് വരുന്നത്. നമ്മളിപ്പോൾ ഇതിൽ വെറൈറ്റി ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. കൂടുതലും എല്ലാവരോടും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഓയിൽ എന്നുള്ള ഒരു ഇതിൽ മാത്രം കോൺസെപ്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് ഇൻഡസ്ട്രി. ഞാൻ ഓൾമോസ്റ്റ് ഒരു 17-18 വയസ്സിൽ ഈ മേഖലയിൽ വന്ന ആളാണ്. പിന്നെ അവിടുന്ന് വിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം പുറത്ത് വിദേശത്ത് പോയി. പരമ്പരാഗതമായിട്ട് വാപ്പയില്ലെങ്കിൽ വല്യപ്പായിരുന്നു എൻ്റെ ഗുരു. അങ്ങനെ ഞങ്ങൾ വന്ന് പിന്നെ നമ്മൾ പുറത്ത് പോയി വിദേശത്തായിരുന്നു. വിദേശ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നിരുന്നാലും ആ ഇൻഡസ്ട്രി ചെറുപ്പം മുതലുള്ള ഇൻഡസ്ട്രിയുള്ള പാഷന്റെ പുറത്താണ് ഞങ്ങൾ. എൻ്റെ സ്വദേശം പൊന്നാനിക്കടുത്താണ്. പൊന്നാനി മാറഞ്ചേരി എന്നുള്ളത് എൻ്റെ സ്വദേശം. കമ്പനി ഉള്ളത് പാലക്കാടാണ്. പാലക്കാട് ചുറ്റും ഞങ്ങൾ പൊന്നാനി മേഖലകളിൽ 2-3 മില്ലൊക്കെ ഉണ്ടായിരുന്ന, അതായത് വെളിച്ചെണ്ണ വ്യാപാരത്തിന്റെ നല്ല കാലഘട്ടത്തിൽ ഞങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. സജീവേട്ടനെ പോലുള്ളവരൊക്കെ പണ്ട് കാലങ്ങളിൽ ഞങ്ങൾ ഓയിൽ മില്ലുകളിൽ വന്നിട്ട്